അതെ ഗെയ്സ്, നമ്മുടെ കേക്ക് ഡെക്കറേഷനൊന്നും കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നേ. നമ്മൾ ഡെക്കറേഷൻ മാറ്റി ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു അഴിച്ചുപണി നടത്തുന്നത് കേക്കിനകത്ത്. ഞാൻ കുറച്ച് നേരത്തെ തന്നെ കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കസ്റ്റമറിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞാൽ മതി, മാറ്റി ചെയ്യാമെന്നേ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ റിപ്ലൈ വന്നു. ആ നെട്ടി ബബിളിൻ്റെ ഒതൻറ്റിക് ഡിസൈൻ ആ ഫ്രണ്ടിൽ നിന്ന്, അതായത് ആ ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ കുറച്ച് ഷുഗർ ബീഡ്സ് ഇടാൻ വന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. വൈ നോട്ട്, നമ്മൾ ചെയ്യും. നമ്മളപ്പം തന്നെ റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഓവർ ക്രീം എങ്ങാനും ആയി പോകുമെന്നേ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റോസ് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ പ്രിൻറ്റ് തീം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും അതും പ്രിൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ ആ പ്രിൻറ്റ് രണ്ടും നമ്മൾ എടുത്തിരിക്കുന്നത് ലേസർ പ്രിൻറ്റിനകത്താണ്. അത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ, പാക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത്. അപ്പം ആ സ്റ്റിക്ക് വെക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബോർഡ് ഇച്ചിരി അങ്ങോട്ട് ഉന്ത് നിൽക്കുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളത് ചെയ്തത്. ഫസ്റ്റിൽ ചെയ്ത ഡിസൈൻ ഇതായിരുന്നു കേട്ടോ, അതാണ് മാറ്റിയത്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് പിന്നീടാണ് നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ബോക്സിൻ്റെ പുറത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേക്കിൻ്റെ കാര്യങ്ങൾ വന്നിട്ട്. ഇങ്ങനെയാണ് ഞാൻ റീപ്ലേസ്മെൻറ്റ് നടത്തിയത്. ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ക്രീമിൻ്റെ അളവ് മാറിപ്പോകുമോ കൂടിപ്പോകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈ സ്റ്റിക്ക് ചെയ്ത ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ബോക്സ് മാറ്റേണ്ടി വന്നില്ല. ഒരു ബോക്സിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. ബോക്സിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ നൈഫിൻ്റെ കൂടെ വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്ത ഉടനെ തന്നെ പിന്നെ വിളിച്ച് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ ബീഡ്സും 2 കൈകളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അവൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പേ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളിനകത്ത് മിസ്സിംഗ് ആണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുപോലത്തെ അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.